ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ തലസ്ഥാനമായ അർബിലിൽ വൻ സ്ഫോടന പരമ്പരകൾ മുഴങ്ങിക്കേട്ടത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിയിരിക്കുകയാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ കോൺസുലേറ്റിന് തൊട്ടരികെയാണ് അതീവ ഭീതിജനകമായ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. നയതന്ത്ര കാര്യാലയത്തിന് നേരെ പാഞ്ഞെടുത്ത ശത്രു ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതോടെയാണ് പ്രദേശം കനത്ത സ്ഫോടന ശബ്ദങ്ങളാൽ നടുങ്ങിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക പോരാട്ടം കൂടുതൽ വഷളാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാൽ മിഡിൽ ഈസ്റ്റ് പുകയുന്നതിനിടയിലാണ് അൽബിലിലെ ഈ പുതിയ പ്രകോപനം അരങ്ങേറിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിലുള്ള ആക്രമണം നടത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇറാഖിലെ അമേരിക്കൻ നയതന്ത്ര കേന്ദ്രത്തിന് നേരെയും നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയിലെ സൈനിക സുരക്ഷാ ക്രമീകരണങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. അർബിലിലെ US കോൺസുലേറ്റിന് സമീപം വ്യോമ പ്രതിരോധ കവചങ്ങൾ സജീവമായതോടെ കനത്ത ആകാശ സ്ഫോടനങ്ങളാണ് ദൃക്സാക്ഷികൾ കണ്ടത്. അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് നയതന്ത്ര കാര്യാലയത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചായിരുന്നു ഈ നീക്കമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അർബിൽ നഗരത്തിലുടനീളം സൈനിക അപായ സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങളെ കടുത്ത പരിഭ്രാന്തിയിലാഴ്ത്തി. US കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ശത്രുശക്തികൾ മടിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം ഇതോടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ വൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഗ്രൂപ്പും ഇതുവരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. എന്നിരുന്നാലും മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കുറിച്ച് സൈനിക നിരീക്ഷകർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അമേരിക്കയ്ക്കെതിരെ പൊരുതുന്ന പ്രാദേശിക സായുധ ഗ്രൂപ്പുകളോ ഇറാന്റെ സഖ്യശക്തികളോ ആകാം ഇതിന് പിന്നിലെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തില്ലെങ്കിലും ലക്ഷ്യം കൃത്യമായി അമേരിക്ക തന്നെയായിരുന്നു. ഇറാഖിലെ അമേരിക്കൻ സൈനിക നയതന്ത്ര ആസ്തികളുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന വലിയ ചർച്ചകൾക്കാണ് ഈ സംഭവം വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചൊരുക്കിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇത്തരം സാച്ചുറേഷൻ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കുവൈറ്റിലും ജോർദാനിലും ഉണ്ടായ സുരക്ഷാ വീഴ്ചകൾക്ക് പിന്നാലെ അർബിലിലും സമാനമായ സംഭവം ആവർത്തിച്ചത് പെന്റഗണിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിലെ പ്രാദേശിക സംഘർഷത്തിന്റെ വ്യാപ്തി വരും ദിവസങ്ങളിൽ ഭീതിജനകമായ രീതിയിൽ വർദ്ധിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് അർബിലിലെ സ്ഫോടനങ്ങൾ നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ഇറാഖിനെ പൂർണ്ണമായും ഒരു യുദ്ധക്കളമാക്കി മാറ്റും. തങ്ങളുടെ മണ്ണ് വിദേശ ശക്തികളുടെ പോരാട്ട ഭൂമിയാകുന്നതിനോട് ഇറാഖിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും കടുത്ത വിയോജിപ്പുണ്ട്. എന്നാൽ ഈ വലിയ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇറാഖ് പ്രതിരോധമില്ലാതെ നിൽക്കുകയാണ്. വാഷിംഗ്ടണും പെന്റഗണും ഈ പുതിയ സംഭവവികാസങ്ങളെ അതീവ ഗൗരവത്തോടെയും ആശങ്കയോടെയുമാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ബൈഡൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയാണ്. ആഭ്യന്തരമായി ഭരണകൂടത്തിനെതിരെ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് വരും മണിക്കൂറുകളിൽ ശക്തമായ തിരിച്ചടി നൽകേണ്ടി വരും. ഇത് മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത ഇരട്ടിയാക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാഖിലും മറ്റയൽ രാജ്യങ്ങളിലും ഉണ്ടായ മുൻകാല സൈനിക നീക്കങ്ങൾക്കുള്ള മറുപടിയായാണ് ഇത്തരം തുടർച്ചയായ പ്രത്യാക്രമണങ്ങളെ വിലയിരുത്തേണ്ടത്. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണത്തിനും അതിനേക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് പ്രാദേശിക ശക്തികൾ നൽകുന്നത്. നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ പോലും ആക്രമണം നീളുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് അമേരിക്ക വാദിക്കുമ്പോഴും പ്രതിരോധ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പ്രത്യാക്രമണ ശക്തികളുടെ തീരുമാനം. അർബിലിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഈ രാത്രികാല സംഘർഷത്തോടെ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. ഏത് നിമിഷവും തങ്ങളുടെ വീടുകൾക്ക് മുകളിൽ മിസൈൽ അവശിഷ്ടങ്ങളോ ഡ്രോണുകളോ പതിക്കാമെന്ന ഭീതിയിലാണ് ജനങ്ങൾ കഴിയുന്നത്. വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും നഗരത്തിലെ കടുത്ത സുരക്ഷാ പരിശോധനകളും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഒരു വലിയ യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന വൻ വിപത്തുകളെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇറാന്റെ തന്ത്രപരമായ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു സൈനിക ആസൂത്രണം ഉണ്ടെന്നാണ് പാശ്ചാത്യ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ കഴിഞ്ഞത് വഴി അമേരിക്കൻ പ്രതിരോധ തന്ത്രങ്ങളെ ചിതറിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വൻതോതിൽ സൈനിക വിന്യാസം മാറ്റേണ്ടി വരുന്നത് US സൈന്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കും. ഈ പുതിയ സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തുള്ള US സൈനിക നയതന്ത്ര കേന്ദ്രങ്ങൾ ഇറാന്റെയും സഖ്യകക്ഷി
ശക്തികളുടെയും ലക്ഷ്യപട്ടികയിൽ ഉണ്ടെന്ന തിരിച്ചറിവ് ജോർദാനും കുവൈറ്റും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് നൽകുന്ന പിന്തുണ സ്വന്തം രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുമോ എന്ന ചർച്ചകൾ ഈ രാജ്യങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഇരുപക്ഷവും ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന ഈ പ്രതികാര നടപടികൾ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ സാധ്യതകളെയും അടച്ചുകളയുകയാണ്. അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പ്രതിരോധ കവചങ്ങൾ ഭേദിക്കാൻ കഴിയാത്തവയല്ലെന്ന് തെളിയിക്കുകയാണ് ഈ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം. US കോൺസുലേറ്റിന് നേരെയുണ്ടായ ഈ ആക്രമണം ഇറാഖിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. രാജ്യത്ത് നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്തുള്ള രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്ക് ഈ സംഭവം കൂടുതൽ കരുത്തു പകരും. ഇറാഖ് സർക്കാരിന് മേൽ അമേരിക്കൻ സാന്നിധ്യം ഒഴിവാക്കാനുള്ള സമ്മർദ്ദം ചെലുത്താൻ ഇത്തരം ആക്രമണങ്ങൾ കാരണമാകുന്നുണ്ട്. തുടർച്ചയായ യുദ്ധമുഖങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പുതിയ സംഘർഷങ്ങൾ കനത്ത ആഘാതമായിരിക്കും സൃഷ്ടിക്കുക. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനുമായി കോടിക്കണക്കിന് ഡോളർ വീണ്ടും നീക്കിവെക്കേണ്ടി വരും. ഭാവിയിൽ മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അർബിലിലെ US കോൺസുലേറ്റിന് സമീപമുണ്ടായ സ്ഫോടനങ്ങൾ മിഡിൽ ഈസ്റ്റിനെ ഒരു മഹാസ്ഫോടനത്തിന് അരികിൽ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന് തങ്ങളുടെ നയതന്ത്ര കേന്ദ്രങ്ങൾ പോലും ഇനിമേൽ സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ആക്രമണത്തിലൂടെ സാധിച്ചു. വരും മണിക്കൂറുകളിൽ വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണങ്ങളും സൈനിക നീക്കങ്ങളുമായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുക.